ചേട്ടാ, ഈ പ്രാവശ്യത്തെ സംസ്ഥാന അവാർഡ്, നാഷണൽ അവാർഡൊക്കെ ഇന്ന് 3 മണിക്കാണ്. അപ്പോൾ ആർക്കായിരിക്കും സംസ്ഥാന അവാർഡ്, നാഷണൽ അവാർഡ് കിട്ടുന്നത്? നമ്മൾ മമ്മൂക്കയ്ക്ക് ആയിരിക്കും അത്. കാരണം മമ്മൂക്കയുടെ നൻപനും മയക്കത്തിൽ സൂപ്പർ ആക്ടിംഗ് ആയിരുന്നു മമ്മൂക്ക. പിന്നെ മറ്റേ റോഷാക്കിലും സൂപ്പറായിരുന്നു. അതിൽ മമ്മൂക്കയ്ക്കാണ് ചാൻസ് കൂടുതലുള്ളത്. പിന്നെ അതിൽ കാന്താരയിൽ അഭിനയിച്ച ഷെഡ്ഡിക്ക് ചെറിയൊരു ഇതുണ്ട്. അപ്പോൾ അത് ഉറപ്പായിട്ടും മമ്മൂക്കയ്ക്ക് കിട്ടുള്ളൂ, ഡെഫിനറ്റാണ്, എനിക്ക് ഉറപ്പുള്ള കാര്യമാണ്. അങ്ങനെയാണ് ഇപ്പോൾ സംഭവം ക്ലിയർ ചെയ്തിരിക്കുന്നത്. സംസ്ഥാന അവാർഡ് പൃഥ്വിരാജും, അതായത് ആടുജീവിതം എന്ന സിനിമ, അതുപോലെ മമ്മൂട്ടിയുടെ കാതൽ ദ കോർന്നുള്ളതാണ്. അപ്പൊ ഇതിനകത്തിൽ ആർക്കായിരിക്കും ഏറ്റവും കൂടുതൽ ചാൻസ്? പിന്നെ നേരിൽ മോഹൻലാൽ ഇവരൊക്കെ ഉണ്ട്. അപ്പൊ ആർക്കായിരിക്കും ചേട്ടന്റെ അഭിപ്രായത്തിൽ ചാൻസ് കൂടുതൽ? എൻ്റെ അഭിപ്രായം പറയുവാണെങ്കിൽ പൃഥ്വിരാജിന് കുറച്ച് ഇതുണ്ട്. പക്ഷെ എന്നാലും മമ്മൂക്കെ നിൽക്കുന്നതുകൊണ്ട് പിന്നെ എങ്ങനെയാണെന്നുള്ള ഒരു കൺഫ്യൂഷനാണത്. അതിൽ അവർക്ക് രണ്ടുപേർക്കും ആർക്കെങ്കിലും ഒരാൾക്കായിരിക്കും അത്. അത് എന്തായാലും നമുക്കത് മമ്മൂക്കയ്ക്ക്, എൻ്റെ പ്രതീക്ഷ മമ്മൂക്കയ്ക്കാണ്. നമുക്കത് നേരിട്ട് സെറ്റാക്കാം, അത് കാണാം നമുക്ക് 3 മണി. ഹലോ, ഇത് മമ്മൂക്കയ്ക്ക് പല പ്രാവശ്യവും ഇങ്ങനെ ആൾക്കാർ ഒഴിഞ്ഞു മാറ്റി മമ്മൂട്ടി പുറന്തള്ളാനുള്ള ഒരു ഇതിലാണ് എല്ലാം നടക്കുന്നത്. പക്ഷെ മമ്മൂട്ടിയുടെ നൻപനും മയക്കത്തിൽ ആ സീനിൽ മലയാളിയും തമിഴിനുമായിട്ടുള്ള അങ്ങനെയുള്ള ഒരു ആക്ടിങ് സൂപ്പറാണ്. അതിന് മമ്മൂട്ടിക്ക് കിട്ടണം എന്നാണ് ഉറപ്പായിട്ട് ഞാൻ പറയുന്നത്. ഉറപ്പായിട്ട് മമ്മൂട്ടിക്ക് കിട്ടണം, എന്നാലേ അതിൻ്റെ ഒരു ബെനിഫിറ്റ് ഉള്ളൂ കേട്ടോ. സ്റ്റേറ്റ് അവാർഡ്, നാഷണൽ അവാർഡ് നാളെ ഡിക്ലെയർ ചെയ്യാണ്. ആർക്കായിരിക്കും മികച്ച നടനുള്ള അവാർഡ് ലഭിക്കാൻ ചാൻസ്? സ്റ്റേറ്റ് അവാർഡ് പൃഥ്വിരാജിനും, നാഷണൽ അവാർഡ് ഋഷഭ്. ഇപ്രാവശ്യത്തെ സ്റ്റേറ്റ് അവാർഡ്, നാഷണൽ അവാർഡ് നാളെ വരെയാണ്. ആർക്കായിരിക്കും മികച്ച നടനുള്ള അവാർഡ് ലഭിക്കുക? സ്റ്റേറ്റ് അവാർഡ് മിക്കവാറും പൃഥ്വിരാജിനായിരിക്കും, നാഷണൽ അവാർഡ് മമ്മൂട്ടിക്കായിരിക്കും.